ഇനി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും എങ്ങനെയാണ് പരസ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ മിന്നി മറിയുന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ ഏതെങ്കിലും ഒരാൾ ചെയ്തു വെച്ചതായിരിക്കും. അവർ ഫേസ്ബുക്കിനകത്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് മാർക്കറ്റിൽ ഇത് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. നോക്കാം, ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഈ അഡ്വർടൈസ്മെൻറ്റ് മുകളിൽ ഇവിടെ സ്പോൺസേഡ് ഉണ്ടാവും. ഇത് സ്നാപ്ചാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അവർ സ്പോൺസേഡ് ആഡാണ്. കുറച്ചുകൂടി താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് കണ്ടാം അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഒരു പരസ്യമാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് സ്പോൺസേഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി താഴത്തേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങൾ കാണാം. നമുക്കറിയാം, ഫേസ്ബുക്കാണ് വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഉണ്ടാവും. ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിനകത്തും നമ്മൾ പല കാണുന്ന പല സാധനത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലകത്തേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരോ ഒരാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആഡാണ്. ആ ആഡിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ കിട്ടും, അവരോട് സംസാരിക്കാൻ വേണ്ടി പറ്റും, ഇതൊക്കെ പറ്റും. ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഏതെങ്കിലും ഒരു ആഡ് ഞാൻ കാണിച്ചു തരാം. സോ ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോസറ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു പരസ്യമാണ്. ക്യാൻവ എസെൻഷ്യൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ക്യാൻവയുടെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോഴ്സ് ഈ കോസറ എന്നുള്ള കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ടുള്ള പരസ്യമാണ്. അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ്. ലേൺ മോർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്യാൻവ എസെൻഷ്യൽ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ലിങ്കിലേക്ക് പോകും. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതേപോലെ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ പരസ്യങ്ങളുടെ മുകളിൽ പരസ്യമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇതൊരു പരസ്യമാണ്, കണ്ടോ, ഒരു ഓട്ടോമേഷൻ്റെ ഒരു പരസ്യമാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ പരസ്യങ്ങളുണ്ട്. അപ്പം ആഡ്സ് എന്നോ അല്ലെങ്കിൽ സ്പോൺസേഡ് എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിനകത്ത് കാണിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗൂഗിളിൽ കയറിയിട്ട് ആഡ്സ് മാനേജർ എന്ന് അടിച്ചു കൊടുക്കും. ഞാൻ ഓൾറെഡി എൻ്റെ ആഡ്സ് മാനേജർ അക്കൗണ്ട് ഉണ്ട്. സോ മെറ്റ ആഡ്സ് മാനേജർ എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗോ ടു ആഡ്സ് മാനേജർ കാണാൻ വേണ്ടി പറ്റും. ഈ ആഡ്സ് മാനേജറിനകത്താണ് നമ്മൾ പരസ്യങ്ങൾ ചെയ്യുന്നത്. ആഡ്സ് മാനേജർ ആഡ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട്. ഇതാണ് ആഡ്സ് മാനേജർ അക്കൗണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 6ഓളം ആഡ്സ് മാനേജർ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ആവറേജ് ഒരു 15+ അല്ലെങ്കിൽ 20,000+ എമൗണ്ട് ഞാൻ പരസ്യത്തിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു 3 ടൈംസ് എങ്കിലും ബിസിനസ്സിന് എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ആഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇനി ഈ ഇടത് ഭാഗത്ത് കാണുന്ന ആഡ്സ് റിപ്പോർട്ടിംഗ്, ആഡ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്താണ് നമ്മൾ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഗൂഗിളിനകത്ത് കയറി ആഡ്സ് മാനേജർ അടിച്ചു കൊടുത്താൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ഇനി അതല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്കിനകത്ത് നിന്ന് നേരെ പോകണമെങ്കിൽ ഇവിടെ ഒരു ആഡ്സ് മാനേജർ, ഇത് ഫേസ്ബുക്കിൻ്റെ പേജാണ്. പേജിൻ്റെ ഇടത് ഭാഗത്ത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൻ്റെ താഴത്തെ ഒരു ആഡ്സ് മാനേജർ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു പൊസിഷനിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ എത്തുക. ഇനി ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് മാനേജർ എന്ന് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആഡ്സ് മാനേജർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് ആഡ്സ് മാനേജർ അക്കൗണ്ട്. ഇവിടെ നമുക്ക് പുതിയ ആഡ്സ് പോർട്ട്ഫോളിയോകൾ, പുതിയ പേജുകളൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ആഡ്സ് മാനേജറിലേക്ക് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ താഴത്ത് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാമ്പയിൻ, ഈ ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മൾക്ക് വേണ്ട പരസ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റഗ്രാമിനകത്തും പോകുന്ന പരസ്യങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്നത് ഇതിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഞാൻ സാധാരണ രീതിയിൽ എന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഡ്സ് മാനേജർ അക്കൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ആഡ്സ് മാനേജർ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള സെഷനുകളായിരിക്കും നമ്മൾ. അപ്പോൾ ഞാനിത് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വിശദമായിട്ട് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇതുവഴി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് ഞാൻ പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു അക്കൗണ്ട് ആണെങ്കിൽ കൂടി ഞാൻ ഈ ഒരു അക്കൗണ്ടിനകത്ത് സ്പെൻഡ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുമ്പോൾ 7,55,871 രൂപ ഈ ഒരു ആഡ് അക്കൗണ്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ലീഡ്സും കൺവേർഷൻസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 7 ലക്ഷം രൂപ ഞാൻ ഇതിനകത്ത്
വെറുതെ എന്തായാലും സ്പെൻഡ് ചെയ്യില്ലല്ലോ. എനിക്കൊരു 30 ലക്ഷം രൂപ വരാതെ ഞാൻ ഒരിക്കലും 7 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യില്ല. ജസ്റ്റ് ഇത് കാണിച്ചു തന്നു മാത്രം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈന്. അപ്പോൾ ആഡ്സ് മാനേജറിൽ പോയിട്ടാണ് നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനുള്ളത്. ഇനിയും നമുക്ക് അടുത്ത സെഷനിൽ ഇതെങ്ങനെയാണ് ഓരോന്നും നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ആഡ്സ് മാനേജർ എന്താണ്. ആഡ്സ് മാനേജർ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കണക്ട് ചെയ്തിട്ട് പരസ്യം ചെയ്യാനുള്ള ആ ഒരു ടൂളിനെയാണ് നമ്മൾ ആഡ്സ് മാനേജർ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ആഡ്സ് മാനേജർ ഒരു ടാബിൽ ഓപ്പൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങളിലാവുമ്പോൾ സമയത്ത് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. താഴത്ത് ഇതെല്ലാം എൻ്റെ പരസ്യങ്ങളുടെ പിക്ചേഴ്സാണ്. മുകളിൽ ക്യാമ്പയിന്, ആഡ് സെറ്റ്, ആഡ്സ് എന്ന് പറഞ്ഞുള്ള 3 ഭാഗങ്ങളുണ്ടാവും. ഈ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്താം.